അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈദ് മണി കാർഡാണ്. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ എഡിറ്റിംഗ് നോക്കുക. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിരിക്കുക. ആദ്യം പിൻട്രസ്റ്റ് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. സെർച്ച് ഐക്കണിൽ മുസ്ലിം കാർട്ടൂൺ കിഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലെ കുറേ കിഡ്സിൻ്റെത് നമുക്കതിൽ വിസിബിളായിട്ട് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കിഡ്സിൻ്റെത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിൻട്രസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻവ ആപ്പ് എടുക്കാം. സെർച്ച് ബാറിൽ സ്ക്വയർ പില്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം 4x4 സൈസ് വരുന്ന ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് കാണാം. ഈ ബ്ലാങ്ക് പേജിലാണ് നമ്മൾ ഈദ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. താഴെ കാണുന്ന കുറേ ഓപ്ഷൻസിൽ ഗാലറി ടച്ച് ചെയ്താൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസ് കാണാതെ പോവുക. അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ആഡ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാം. എലമെൻസിൽ ഈദ് മുബാറക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ കുറേ ടൈപ്പ് ടെക്സ്റ്റസ് അവിടെ കാണാം. അതിൽ ഫ്രീ ആയിട്ടൊന്ന് സെലക്ട് ചെയ്ത് നമുക്കതിൻ്റെ കളറൊക്കെ ചേഞ്ചാക്കി അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എഡിറ്റ് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫുള്ള് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഒരു A3 ഷീറ്റിൽ അറേഞ്ച് ചെയ്യണം. ഇതിനായി കോമൺ ലേഔട്ടിൽ നിന്ന് A3 സൈസിൽ വരുന്ന ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഷീറ്റിൽ കട്ട് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് ലൈൻസ് കൊടുക്കാം. അതിനായി എലമെൻസിൽ ലൈനെന്ന് സെർച്ച് ചെയ്യുക. ഈ ലൈനിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനൊരു A3 ഷീറ്റിൽ 12 കാർഡ്സാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കത് കൂടുതലാക്കണമെങ്കിൽ കൂടുതൽ ലൈൻസ് കൊടുക്കാം. ആ ലൈനിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി ബോർഡേഴ്സ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗാലറിയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത എല്ലാ പിക്ചേഴ്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ കോളത്തിലായി സെറ്റ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേജ് ഒരു A3 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഞാനത് A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ലൈനിൻ്റെ സൈഡിലൂടെ നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. പേപ്പർ കട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയി ചെയ്യാം. എനിക്ക് കുറച്ച് അധികം കാർഡ്സ് വേണ്ടതുകൊണ്ടാണ് ഞാൻ 3 A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ആവശ്യാനുസരണം പ്രിൻ്റ് എടുക്കാം. ഈ ലൈനുള്ളതുകൊണ്ട് നമുക്ക് ലൈൻ മാർക്ക് നോക്കിയിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കാർഡും ഒരേ സൈസിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാ കാർഡ്സും സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാഷ് വെക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിൽ ക്യാഷ് വെച്ച് കൊടുക്കാം. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മണി കാർഡ്സ് നമ്മൾ സിറ്റിങ്ങും പ്രിൻറ്റിങ്ങും ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനലൊന്ന് കണ്ടാലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.